സമീപകാലത്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തകർപ്പൻ ഫോമിലുള്ള താരമാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ. ഇന്ത്യക്ക് വേണ്ടി അവസാനം കളിച്ച 5 T20 മത്സരങ്ങളിൽ 3 സെഞ്ചുറികൾ നേടാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതിനുശേഷം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ ആദ്യ കളിയിൽ കേരളത്തിനായും വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചെങ്കിലും പിന്നീട് താരം പ്രതീക്ഷിച്ച ഫോമിലേക്ക് ഉയർന്നില്ല. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിനായി പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതിരുന്ന സഞ്ജു ഈ മാസം ആരംഭിക്കുന്ന വിജയ് ഹസാര ഏകദിന ടൂർണമെന്റിൽ തിളങ്ങുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകർ. എന്നാൽ ഇപ്പോഴിതാ സഞ്ജുവിന്റെ മികച്ച പ്രകടനങ്ങൾ കാത്തിരുന്ന ആരാധകർക്ക് നിരാശ സമ്മാനിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. വിജയ് ഹസാര ട്രോഫിക്കുള്ള കേരള ടീമിനെ ചൊവ്വാഴ്ച വൈകിട്ട് പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു സാംസൺ അതിലില്ല. വിജയ് ഹസാര ട്രോഫിയിലെ ആദ്യ മത്സരങ്ങളിൽ നിന്ന് സഞ്ജു സ്വയം വിട്ടുനിൽക്കാൻ തീരുമാനിച്ചെന്നാണ് സൂചനകൾ. എന്നാൽ ടൂർണമെന്റിലേക്ക് താരം തിരിച്ചുവരവ് നടത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടർച്ചയായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് സഞ്ജു സാംസൺ. അതുകൊണ്ട് തന്നെ ഒരു വിശ്രമം എന്ന നിലയിൽ ആദ്യ കളിയിൽ നിന്ന് സഞ്ജു വിട്ടുനിൽക്കാനാണ് സാധ്യത. എന്നാൽ ആരാധകർക്ക് വല്ലാത്ത നിരാശ സമ്മാനിക്കുന്ന വാർത്തയാണിത്. ഈ ടൂർണമെന്റിന് മുൻപ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വയനാട്ടിലെ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ഇതിൽ നിന്ന് സഞ്ജു വിട്ടുനിന്നു. ഈ ക്യാമ്പിൽ പങ്കെടുത്തവരെ മാത്രമാണ് വിജയ് ഹസാര ട്രോഫി ടീമിലേക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പരിഗണിച്ചതും. സഞ്ജു സാംസണിന് പുറമെ സീനിയർ താരമായ സച്ചിൻ ബേബിയും വിജയ് ഹസാര ട്രോഫിക്കുള്ള കേരള ടീമിലില്ല. സഞ്ജു ടൂർണമെന്റിൽ നിന്ന് സ്വയം വിട്ടുനിൽക്കുന്നതാണെങ്കിൽ പരിക്കാണ് സച്ചിൻ ബേബിക്ക് വിനയായത്. ടീമിന്റെ 2 പ്രധാന താരങ്ങളായ സഞ്ജുവിന്റെയും സച്ചിൻ ബേബിയുടെയും അഭാവം വിജയ് ഹസാര ട്രോഫിയിൽ കേരളത്തിന്റെ കരുത്തിനെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവരുടെ അഭാവത്തിൽ സൽമാൻ നിസാറിനെയാണ് കേരള ടീമിന്റെ നായകനായി KCA പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് അലി T20 ടൂർണമെന്റിൽ മികച്ച ഫോമിൽ കളിച്ചിരുന്ന താരമാണ് സൽമാൻ നിസാർ. അതേസമയം സഞ്ജു ഏറ്റവും ഒടുവിലായി 50 ഓവർ മത്സരം കളിച്ചത് 2023 ഡിസംബറിലാണ്. ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ നടന്ന 3ാം ഏകദിനത്തിലായിരുന്നു ഇത്. അന്ന് അന്താരാഷ്ട്ര കരിയറിലെ ആദ്യ സെഞ്ചുറിയും സഞ്ജു നേടിയിരുന്നു. നിലവിൽ ലിസ്റ്റ് A ക്രിക്കറ്റിൽ കേരളത്തിന്റെ 3ാമത്തെ ഉയർന്ന റൺ വേട്ടക്കാരനാണ് സഞ്ജു. അതേസമയം സൽമാൻ നിസാർ, രോഹൻ കുന്നുമ്മൽ, ഷോൺ റോജൻ, ആനന്ദ് കൃഷ്ണൻ, കൃഷ്ണപ്രസാദ്, A ഇമ്രാൻ, ജലജ് സക്സേന, ആദിത്യ സർവാദെ, സജിമോൻ ജോസഫ്, ബേസിൽ തമ്പി, ബേസിൽ NP, നിതീഷ് MT, ഏദൻ ടോം, ഷറഫുദ്ദീൻ, അഖിൽ സക്കറിയ, വിശ്വേശ്വർ, വൈശാഖ് ചന്ദ്രൻ, അജനാസ് M എന്നിവരാണ് വിജയ് ഹസാര ട്രോഫിക്കുള്ള കേരളത്തിന്റെ സ്ക്വാഡിൽ ഉൾപ്പെട്ടവർ. ഈ മാസം 21-ന് ആരംഭിക്കുന്ന വിജയ് ഹസാര ട്രോഫിയിൽ കേരളത്തിന്റെ ആദ്യ മത്സരം 23-ന് ബറോഡയ്ക്ക് എതിരെയാണ്. ഗ്രൂപ്പ് ഇയിലാണ് കേരളം കളിക്കുന്നത്. 26-ന് മധ്യപ്രദേശ്, 28-ന് ഡൽഹി, 31-ന് ബംഗാൾ, ജനുവരി 3-ന് ത്രിപുര, 5-ന് ബീഹാർ എന്നിവർക്ക് എതിരെയും കേരളം ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിക്കും.